ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം ആദ്യത്തെ 1-2 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്നു സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ-യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടുപോയി. എന്താണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്? ശ്രദ്ധിക്കുക. ദാവീദ് രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ ദാവീദിന് രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുവാനായിട്ട് എത്ര വർഷങ്ങൾ എടുക്കേണ്ടി വന്നെന്നറിയാമോ? ഒന്ന് പറയാമോ? ദാവീദിന് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനായിട്ട് 20 വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ? കാത്തിരിക്കുന്ന ആളുകൾ. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നീ ഏതു വിഷയത്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത്, ആ കർത്താവ് തക്ക സമയത്ത് നീ കാത്തിരിക്കുന്നതായ വിഷയത്തിന് മറുപടി നൽകുവാൻ മതിയായവനായിരിക്കുന്നു എന്നുള്ള വാസ്തവത്തെ മറന്നുപോകരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് തന്നിൽ ആശ്രയിക്കുന്നവരെ, തന്റെ അടുക്കലേക്ക് വരുന്നവരെ ഒരിക്കലും തള്ളിക്കളയുന്നതായ ദൈവം അല്ല. ദാവീദിനെ അഭിഷേകം ചെയ്തത് അവൻ ആട്ടിടയനായിരുന്നപ്പോൾ തന്നെ അവൻ രാജാവായി മാറണമെന്ന് അറിഞ്ഞ് അഭിഷേകം ചെയ്തത് ദൈവമാണ്. ദൈവം തന്നെ അഭിഷേകം ചെയ്തിട്ടും ദാവീദിന് പെട്ടെന്ന് രാജാവാകാനായിട്ട് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തടസ്സങ്ങളായിരുന്നു. പിശാചും പിശാചിന്റെ മനുഷ്യരും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കാനിടയായി, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കാനിടയായി, ഒരുപാട് ആപത്തുകളും അനർത്ഥങ്ങളും ഉണ്ടാക്കി. അതേ രീതിയിൽ നിന്റെ ജീവിതത്തിലും നീ ആത്മീയ യാത്ര മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ സഹായത്താൽ നിന്റെ യാത്ര മുൻപോട്ട് നീ കൊണ്ടുപോകുമ്പോൾ തടസ്സങ്ങളുണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, ആപത്തുകൾ ഉണ്ടായേക്കാം. എന്നാൽ ദയവുചെയ്ത് കേൾക്കുക. നിന്റെ ജീവിതത്തിൽ ആപത്തുകളും അതുപോലെ അനർത്ഥങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്നതായ ആളുകളെക്കാൾ നിന്നിൽ വസിക്കുന്ന ദൈവമാണ് വളരെ ബലമുള്ളവനെന്നും ശക്തിയുള്ളവനെന്നും ഉള്ളതായ വാസ്തവത്തെ മറന്നുപോകരുതെന്ന് അപേക്ഷിക്കുകയാണ്. ഒരു സത്യം ഞാൻ പറയട്ടെ. ദൈവം നിന്റെ പക്ഷത്തില്ലാതിരിക്കെ ലോകം മുഴുവനും നിന്റെ പക്ഷത്താണെങ്കിലും നീ പരാജയപ്പെടുവാനിടയാകും. എന്നാൽ ലോകം മുഴുവനും നിനക്കെതിരാണെങ്കിലും ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നീ നിശ്ചയമായിട്ടും ജയിക്കുവാൻ ഇടയാകും. നിങ്ങൾക്കെന്തെങ്കിലും മനസ്സിലായോ? ലോകം മുഴുവനും നിന്റെ പക്ഷത്ത് നിൽക്കുമ്പോഴും ദൈവം നിന്റെ പക്ഷത്തില്ല എങ്കിൽ നിനക്ക് ജയിക്കാൻ കഴിയുമോ? ജയിക്കാനുള്ള ചാൻസേ ഇല്ല. ലോകം മുഴുവനും നിന്റെ പക്ഷമാണെങ്കിലും ദൈവം നിന്റെ പക്ഷത്തില്ല എങ്കിൽ നീ പരാജയപ്പെട്ടു പോകും. എന്നാൽ ലോകം മുഴുവനും നിനക്കെതിരാണെങ്കിലും ദൈവം നിന്റെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിനക്ക് തന്നെ ജയമുണ്ടാകും. കാരണം എൻ്റെയും നിന്റെയും പക്ഷത്ത് നിൽക്കുന്ന ദൈവം വലിയ ശക്തനാകൊണ്ട് ഈ വാസ്തവത്തെ മറന്നുപോകരുത്. ജോലി ചെയ്യുന്നിടത്താകട്ടെ, പണി ചെയ്യുന്നിടത്താകട്ടെ, ശുശ്രൂഷകൾ ചെയ്യുന്നതായ ഇടത്താകട്ടെ, നിനക്കെതിരായി എഴുന്നേൽക്കുന്ന ആളുകൾ, നിന്നേക്കാൾ സ്വാധീനമുള്ള വ്യക്തി, നിന്നേക്കാൾ ശക്തരായ വ്യക്തികൾ, നിന്നേക്കാൾ വരുമാനവും സമ്പത്തുമുള്ളതായ ആളുകൾ ആയിരിക്കാം. അവർ നിന്നേക്കാൾ ശക്തരായിരിക്കാം. അവരുടെ മുൻപിൽ നിനക്ക് നിൽക്കാനായിട്ട് കഴിയുകയില്ലായിരിക്കാം. എന്നാൽ കേൾക്കുക, നിന്റെ പക്ഷത്ത് ദൈവമുണ്ടേ എങ്കിൽ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നിന്നെ ആരാണ് പിന്നെ എതിർക്കുന്നത്? ആർക്കും കഴിയില്ല. ഈ വാസ്തവം മറക്കരുത്. ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം താൻ ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? താൻ ചെയ്തതായ ആദ്യത്തെ പ്രവൃത്തി എന്താണെന്നറിയാമോ? നാം ഇപ്പോൾ ശമൂവേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നിന്നും വായിക്കുവാനിടയായല്ലോ. ഈ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളെക്കാൾ 1 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ കൂടുതൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ദയവുചെയ്ത് ശ്രദ്ധിക്കുക. ശമൂവേലിൻ്റെ പുസ്തകം ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായ വിഷയങ്ങളെക്കാൾ 1 ദിനവൃത്താന്ത പുസ്തകം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ ഉന്നതമായ ആലോചനകളും ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഒരു വ്യക്തി ആത്മദാഹത്തോടുകൂടി 1-2 ദിനവൃത്താന്ത പുസ്തകം രചിക്കുവാൻ ഇടയായി. അതുകൊണ്ട് ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുന്നതായ വിഷയങ്ങൾ തന്നെ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ കാണുവാനായിട്ട് കഴിയുമെന്നാൽ ദിനവൃത്താന്ത പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ നോക്കിക്കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട്
ഒന്ന് ദിനവൃത്താന്ത പുസ്തകം നമുക്ക് വായിക്കാം. 12-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. പരിചയും കുന്തവും എടുത്ത് യുദ്ധസന്നദ്ധരായ യഹൂദ്യർ 6800 പേർ. ഇവർ ഹെബ്രോനിൽ ദാവീദിന്റെ അരികിൽ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 23-ാം വാക്യം. യഹോവയുടെ വചനപ്രകാരം ശൗലിന്റെ രാജത്വം ദാവീദിന് ആക്കുവാൻ യുദ്ധസന്നദ്ധരായ ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യകൾ ആകുന്നു ഇത്. ഇവിടെ വന്നവരായ തലവന്മാരുടെ എണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഏകദേശം 3,50,000 ആയിരുന്നു. അവർ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ കടന്നുവന്നു. വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ തന്നെ അവന്റെ അരികിലേക്ക് വരുവാനിടയായി. ഇന്ന് ആരാണോ നിന്നെ തള്ളിക്കളയുന്നത്, അവർ തന്നെ ഒരു ദിവസം നിന്റെ അരികിലേക്ക് വരുന്ന ദിവസം ദൈവം കൊണ്ടുവരും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഇപ്പോൾ ഇവിടെ 3,50,000 ആളുകൾ കടന്നു വന്നിട്ട് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തതിന് ശേഷം ഇപ്പോൾ ദാവീദ് രാജാവായി സിംഹാസനത്തിലിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അവന് പണം കൊടുത്തു നോക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തിയുടേതായ യഥാർത്ഥമായ ബുദ്ധി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അവന് പണം ലഭിക്കുമ്പോൾ അറിയാം അവനിലുള്ള ദുഷ്ടതയെല്ലാം വെളിപ്പെട്ടു വരും. അത് നിങ്ങൾക്കറിയാമോ? പണമുണ്ടായിരിക്കുന്ന സമയത്തും തൻ്റെ ജീവിതം മലിനമാക്കാതെ കാത്തു സൂക്ഷിക്കുന്നതായ വ്യക്തിയാണ് യഥാർത്ഥ ആത്മീയതയുള്ള വ്യക്തി. ദാവീദ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജസിംഹാസനത്തിലിരുന്ന് ഭരിക്കുകയാണ്. ഇപ്പോൾ തനിക്ക് യാതൊരു കുറവുകളും ഇല്ല. യാതൊരു കുറവുമില്ലാത്തതായ ശ്രേഷ്ഠമായതായ സമൃദ്ധി നിറഞ്ഞതായ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ ദാവീദിന്റെ മനസ്സിൽ കടന്നു വന്നതായ ഏറ്റവും ആദ്യത്തെ ചിന്ത എന്താണെന്നറിയാമോ? ചോദ്യം: നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ എന്തു ചെയ്യും? നല്ലൊരു ജോലി ലഭിക്കട്ടെ, അപ്പോൾ കാണിച്ചു തരാം. അങ്ങനെയാണോ പറയുന്നത്? നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ വ്യാപാരത്തിൽ ലാഭം കിട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ വിചാരിച്ചത് നേടിയെടുത്താൽ നിങ്ങൾ എന്തു ചെയ്യും? ഒരു നിമിഷം ചിന്തിക്കുക. ഞാൻ എന്തു ചെയ്യുമെന്നറിയാമോ? എനിക്ക് കിട്ടുന്ന ആദ്യ ശമ്പളത്തിൽ നിന്നും ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഒരു നല്ല ബൈക്ക് വാങ്ങണം. കുറേ നാളായി വിചാരിക്കുന്നതാണ്. എന്താണ്? നല്ലൊരു സെൽഫോൺ വാങ്ങിക്കണമെന്ന്. അതായത് നിങ്ങളുടെ കൈകളിലേക്ക് പണം കിട്ടുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുതന്നെയാണല്ലോ, ശരിയല്ലേ? ഇപ്പോൾ ദാവീദിന് യാതൊരു കുറവുകളുമില്ല. രാജ്യത്തെ രാജാവാണ്. സകല നന്മകളും അനുഗ്രഹങ്ങളും നേടിയെടുക്കുന്നതായ ദിവസം കടന്നു വന്നപ്പോൾ താൻ എന്താണ് ചെയ്യുവാൻ ആഗ്രഹിച്ചത്? തൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും തന്നോടൊപ്പം ഉണ്ടാകണം. ഇതാണ് ദാവീദ് ആഗ്രഹിച്ചത്. എന്താണ് ആഗ്രഹിച്ചത്? ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണം. ഇപ്പോൾ 12-ാമത്തെ അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഇപ്പോൾ എല്ലാ ഇസ്രായേല്യരും ദാവീദിനെ രാജാവാക്കുവാനായിട്ട് ഐക്യപ്പെട്ടു വന്നു. അവർ ഏകമനസ്സോടെ നിന്നു. ഇപ്പോൾ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ശേഷം എഴുതപ്പെട്ടതായ അധ്യായമാണ് 13-ാം അധ്യായം. ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രായേലിന്റെ സർവ്വസഭയോടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നു എങ്കിൽ നാം ഇസ്രായേൽ ദേശത്തെല്ലായിടത്തുമുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറങ്ങളുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്ന് കൂടേണ്ടതിന് എല്ലായിടവും ആളയക്കുക. എല്ലാവരും കടന്നു വരണം. എന്താണ് പറയുന്നത്? എല്ലാവരും വരണം. എല്ലാവരും ചേർന്നുകൊണ്ട് ദൈവത്തെ സേവിക്കണം. സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും സകല നായകന്മാരെയും വിളിച്ചതിന് ശേഷം സഭയായി കൂടി വന്ന എല്ലാ ഇസ്രായേലിനോടും ഈ വിധത്തിൽ പറയുകയാണ്. എന്താണ്? നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നുവെങ്കിൽ നാം ഇസ്രായേൽ ദേശത്തെല്ലായിടമുള്ള നമ്മുടെ സഹോദരന്മാരെല്ലാവരെയും വിളിച്ച് അവരോടായിട്ട് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഐക്യതയുള്ളവരായിട്ട് വരണം. എന്തിനാണ് ഐക്യതപ്പെടേണ്ടത്? 3-ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിൻ്റെ പെട്ടകം
വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. വരിക. ദൈവത്തിൻ്റെ പെട്ടകത്തെ നമ്മുടെ അടുക്കലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദൈവത്തിൻ്റെ പെട്ടകം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദൈവം ആ കാലത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചാണ് മോശയ്ക്ക് പ്രത്യക്ഷനായത്. പർവ്വതത്തിൽ വെച്ചാണ് മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തത്. പർവ്വതത്തിന് മുകളിൽ വെച്ച് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനാവുകയും 2 പലകകളുടെ മേൽ കൽപ്പനകൾ എഴുതി കൊടുക്കുകയും ചെയ്തു. അത്യുന്നതനും മഹത്വമുള്ളവനുമായ ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ പാർക്കുകയെന്നത് അസാധ്യമാകൊണ്ട് അവൻ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ മോശയ്ക്ക് പോലും യഹോവയെ നോക്കുവാൻ കഴിഞ്ഞില്ല, അവൻ്റെ ശോഭയെ കാണാൻ കഴിഞ്ഞില്ല. മോശയെ താൻ ഇറങ്ങി വന്നതായ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിപ്പിച്ചിട്ട്, മോശേ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് കർത്താവേ? എനിക്കും നിങ്ങളുടെ മധ്യയിൽ ഇറങ്ങി വന്ന് നിവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് ദൈവം പറഞ്ഞത്? ഞാൻ ഇറങ്ങി വന്ന നിങ്ങളുടെ മധ്യയിൽ നിവസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നീ ഒരു സമാഗമന കൂടാരത്തെ ഉണ്ടാക്കുക. ആ സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലമുണ്ടാക്കണം. ആ അതിപരിശുദ്ധ സ്ഥലത്തിൽ എനിക്ക് വേണ്ടി ഒരു പെട്ടകത്തെ നീ വയ്ക്കണം. അവിടെ നിന്ന് ഞാൻ നിങ്ങളോട് അരുളി ചെയ്യുവാൻ ഇടയാകും. ഒരു പെട്ടകം എന്ന് പറയുമ്പോൾ 2 അടി 3 വിരൽ ഉയരവും 2 അടി 3 വിരൽ വീതിയും, അതായത് ഏകദേശം 3.75, ഏകദേശം 4 അടി നീളം, ഒരു നല്ല ബോക്സാണത്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ മാതൃക കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് പെട്ടകം. റൈറ്റ്. ഈ പെട്ടകത്തിന് മുകളിലായിട്ട് 2 കെരൂബുകളെ കാണുവാൻ കഴിയുന്നു. അതുപോലെ ആ പെട്ടകത്തിൻ്റെ മുകളിൽ ഒരു പാത്രം പോലെ കാണും. അതിനെ കൃപാസനമെന്നാണ് വിളിക്കുന്നത്. ഇടതുവശത്തും വലതുവശത്തും 2 കെരൂബുകളെ കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ നമുക്കതിൻ്റെ മാതൃക കാണാൻ കഴിയുന്നു. ഇതാണ് പെട്ടകം. ഇതാണ് അതിവിശുദ്ധ സ്ഥലം. ഇതാണ് സമാഗമന കൂടാരത്തിലുള്ളതായ വിശുദ്ധ സ്ഥലം. ഈ വിശുദ്ധ സ്ഥലത്തു നിന്നും ഇപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതായ പെട്ടകം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അതാണ്, ആ പെട്ടകമാണ് ദൈവത്തിൻ്റെ സന്നിധി ഇറങ്ങി വരുന്ന സ്ഥലം. ആ പെട്ടകത്തിൻ്റെ മുകളിലായിട്ടാണ് ദൈവം ഇരിക്കുവാനിടയാകുന്നത്. ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഈ പെട്ടകത്തിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നതായത് എന്താണെന്ന് വെച്ചാൽ, ദൈവം മോശയ്ക്ക് കൊടുത്തതായ കൽപ്പനകൾ എഴുതിയിരിക്കുന്നതായ 2 കൽപ്പലകകൾ. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വെച്ച് ദൈവം പോഷിപ്പിക്കുവാൻ മന്ന കൊടുത്തല്ലോ. ആ മന്ന ഇട്ടുവച്ചതായ പാത്രം, അത് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ 3 വസ്തുക്കൾ അവിടെ വെച്ചിട്ടുണ്ട്. എബ്രായർക്ക് എഴുതിയതായ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞതായ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും അതിൻ്റെ മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. എന്നാണ് ഇവയെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ വിവരിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. 2-ാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലുവാൻ ഇടയാകും. രക്തം കൂടാതെ അല്ല അത്. അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. അതിനുശേഷം വായിക്കുന്നു, മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ദയവുചെയ്ത് ശ്രദ്ധിക്കുക. ദൈവം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വസിക്കുന്നത് സ്വർഗത്തിലാകുന്നുവല്ലോ, നിങ്ങൾ ഭൂമിയിലാകുന്നുവല്ലോ. എന്നാൽ ഇസ്രായേൽ ജനത്തെ എൻ്റെ ജനമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ മധ്യയിൽ വന്നിട്ട് എനിക്ക് നിവസിക്കണം. പുറപ്പാട് പുസ്തകം 25-ന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ആ പെട്ടകത്തിൽ നിന്നും നിങ്ങളോട് സംസാരിക്കും. പുറപ്പാട് 25-ന്റെ 22, ഞാൻ അവിടെ നിന്നും നിങ്ങളോട് അരുളിച്ചെയ്യും എന്ന് ദൈവം മോശയെ അറിയിച്ചു. ഞാൻ നിന്നെ അവിടെ വെച്ച് കണ്ടുമുട്ടും, കൃപാസനത്തിൻ്റെ മുകളിൽ നിന്നും. അതാണ് ദൈവത്തിൻ്റെ സന്നിധി. അവിടെ വെച്ച് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടും. പ്രിയമുള്ളവരെ, ഇപ്പോൾ ശ്രദ്ധിക്കണം.
ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? തൻ്റെ ജനമായിരിക്കുന്ന നമ്മുടെ മധ്യയിൽ അവന് വന്ന് നിവസിക്കണമെന്നാണ്. ആഗ്രഹിച്ചെന്താണ് അവൻ ചെയ്തത്? സകല ജനത്തോടും തൻ്റെ സാന്നിധ്യം അറിയിക്കണമെന്നറിയിച്ച് ദൈവത്തിൻ്റെ പെട്ടകത്തെ നിയമിക്കുവാനായിട്ട് അറിയിപ്പ് കൊടുത്തു. ആ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തെ നിർമ്മിച്ചപ്പോൾ ആ പെട്ടകമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ ജനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും അവർ അവരുടെ കൂടാരങ്ങൾ അടിക്കുവാനിടയായി. സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും അവർ താമസിക്കുമായിരുന്നു. ഇപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റുമെന്ന് പറയുമ്പോൾ 12 ഗോത്രങ്ങളിലുമുള്ളതായ 20 ലക്ഷത്തിൽ പരം ആളുകൾ. ആരുടെ ചുറ്റുമാണ് അവർ നിവസിച്ചു വന്നത്? ദൈവത്തിൻ്റെ ചുറ്റും ആയിരുന്നു. ദൈവത്തിൻ്റെ തേജസ്സുള്ള ദൈവത്തിൻ്റെ സമാഗമന കൂടാരം അവിടെയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. ദാവീദിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഇസ്രായേൽ ജനത്തിലെ സർവ്വജനങ്ങളും ദൈവ സാന്നിധ്യം അനുഭവിക്കണം. യെരുശലേമാണ് ക്യാപിറ്റൽ സിറ്റി, കേന്ദ്ര പട്ടണം. ഈ കേന്ദ്ര പട്ടണമായിരിക്കുന്നതായ ഇവിടേക്ക് ദൈവത്തിൻ്റെ പെട്ടകത്തെ എടുത്തുകൊണ്ടുവരണം. അതവിടെ പ്രതിഷ്ഠിക്കുന്നതിൽ കൂടി താൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള സകല ജനങ്ങളും ദൈവത്തിൻ്റെ തണലിൽ തന്നെ അവർ വളരണം. മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കണം. ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ കാണണം. അതുകൊണ്ട് താൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് യെരുശലേമിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം, നിങ്ങൾ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ എല്ലാവരെയും ഒരുക്കുകയാണ്. സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ എങ്ങനെ ലഭിക്കുമെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണത്. എന്തുകൊണ്ടെന്നാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു. പറയുക, ദൈവത്തിൻ്റെ വചനം. ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനമാണ് ദൈവത്തിൻ്റെ സന്നിധിയെ സൂചിപ്പിക്കുന്നത്. ആ വചനം ഏത് ഭവനത്തിലാണോ ഉള്ളത് അവിടെ ദൈവമുണ്ടായിരിക്കും, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കും. ദൈവം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവം ഇസ്രായേലിൻ്റെ കൂടെയുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? യെരുശലേം പട്ടണത്തിൽ അവനുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എന്തു സംഭവിക്കുമെന്ന് ദാവീദിന് ഉറപ്പുള്ളതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന നിയമപ്പെട്ടകത്തെ യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം റോഡിൻ്റെ വീതി കൂട്ടൽ പണി നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നതായ സമയം അപ്പോൾ റോഡ് സൈഡിലുള്ളതായ ചെറിയ ചെറിയ കടകളൊക്കെ ഇടിച്ചു നിരത്തി അവർ പണിയുകയാണ്. അതുപോലെ തടസ്സമായി നിൽക്കുന്നതായ ബിൽഡിങ്ങുകളും ഇടിച്ചു നിരത്തുന്നു. കാരണം റോഡിന് അവർ വീതി കൂട്ടുകയാണ്. അങ്ങനെ റോഡിന് വീതി കൂട്ടി പണിതു പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമുണ്ട്. ആ മരവും വെട്ടിക്കളഞ്ഞേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ അധികാരി കൽപ്പന കൊടുത്തു. അധികാരിയുടെ കൽപ്പന കേട്ടുകൊണ്ട് മരം മുറിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോൾ അത് വെട്ടുന്ന വ്യക്തി നോക്കുമ്പോൾ ആ വൃക്ഷത്തിന് മുകളിൽ ഒരു പക്ഷിയിരിക്കുന്നു. അവൻ പതിയെ മരം കയറി നോക്കിയപ്പോൾ അവിടെ കൂട്ടിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഈ വൃക്ഷം മുറിച്ചു മാറ്റുകയാണെങ്കിൽ ആ കൂട് പൊളിഞ്ഞ് താഴെ വീഴുകയും പക്ഷി കുഞ്ഞുങ്ങളെ ഒക്കെ പൂച്ചയോ പട്ടിയോ ഒക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ആ പണിക്കാരൻ അതിനോട് വലിയൊരു കരുണ തോന്നാനിടയായി. അധികാരിയോട് അഭ്യർത്ഥിക്കുകയാണ്, നോക്കൂ, ഈ വൃക്ഷം മുറിച്ചു മാറ്റാൻ പറയുന്നു, എന്നാൽ ഈ വൃക്ഷത്തിൻ്റെ മുകളിൽ പക്ഷിക്കൂടുണ്ട്, അതിൽ നിറയെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ വെട്ടിമാറ്റണം, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അധികാരി പറയുകയാണ്, ഇപ്പോൾ ഈ റോഡിൻ്റെ മുഴുവനും വീതിയാക്കി പണിതെടുക്കേണ്ടതിന് വേണ്ടി ഇനിയും 2-3 മാസം നമുക്ക് സമയം വേണ്ടിവരും. അതുകൊണ്ട് ഏറ്റവും അവസാനം ഈ മരം മുറിച്ചു മാറ്റാം, അപ്പോൾ വരെ ബാക്കിയുള്ള പണികൾ നമുക്ക് തീർക്കാം. ആ പക്ഷിക്കൂട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുൻപോട്ട് പോയി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുവാൻ ഇടയായി. അങ്ങനെ 1.5-2 മാസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും മടങ്ങി വന്നു. അധികാരി പറഞ്ഞു, ഇപ്പോഴാ പക്ഷികൾ അവിടെയുണ്ടോ അതോ പറന്നുപോയോ എന്നറിയുവാനായിട്ട് കയറി നോക്കുക. അപ്പോൾ അവിടെ പണിയുന്നതായ വ്യക്തി കയറിയിട്ട് മരത്തിൻ്റെ മുകളിലുള്ള കൂട്ടിൽ നോക്കിയപ്പോൾ അവിടെ പക്ഷികളൊന്നുമില്ലായിരുന്നു. അവ ചിറകുകൾ വളർന്ന് പറന്നുപോയിരിക്കുന്നു. കൂട് മാത്രം ശൂന്യമായി കിടക്കുന്നു. ആ കൂട്ടിനുള്ളിൽ പക്ഷിയുടെ മുട്ട വല്ലമുണ്ടോ എന്നറിയാൻ വേണ്ടി കൂട് പരതി നോക്കിയപ്പോൾ അവിടെ ഒരു പേപ്പർ ഇരിക്കുന്നത് കാണുവാനായിട്ട് അയാൾക്ക് കഴിഞ്ഞു. ഇതെന്താണെന്നറിയാനായിട്ട് പതിയെ ആ പേപ്പർ നിവർത്തി നോക്കുമ്പോൾ അതിലൊരു വാക്കെഴുതിയിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, യാതൊരു ആപത്തും എൻ്റെ കൂടാരത്തിൻ്റെ അരികിൽ വരികയേ ഇല്ല എന്നെഴുതിയിരിക്കുന്നു. അത് എന്താണെന്ന് വെച്ചാൽ വേദപുസ്തകത്തിലുണ്ടായിരുന്നതായ ഒരു പേജായിരുന്നു.
ആ കൂടുണ്ടാക്കുവാനായിട്ട് പക്ഷി എടുത്തുകൊണ്ടുവന്നതായ പേപ്പറിൽ ഒരു പേപ്പറായിരുന്നു, വേദപുസ്തകത്തിലെ ഈ പേപ്പർ. അതിൽ ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു. ആ പേപ്പർ വെച്ച് ആ പക്ഷി കൂട് നിർമ്മിച്ചു. അതിലെഴുതിയിരിക്കുന്നു, ഒരു ബാധയും എൻ്റെ കൂടാരത്തിനരികിൽ വരികയേ ഇല്ല എന്ന്. പ്രിയ സഹോദര സഹോദരി, ആ വചനം ആ പക്ഷിക്കൂട്ടിലുണ്ടായിരുന്നപ്പോൾ ആ കൂട്ടിലുണ്ടായിരുന്ന പക്ഷികൾക്ക് അത് രക്ഷയ്ക്ക് കാരണമായി. ആ പക്ഷികൾ കാക്കപ്പെടാനിടയായി. പ്രിയ സഹോദര സഹോദരി, അതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം ഉണ്ടെങ്കിൽ, നിശ്ചയമായും നിന്റെ കുടുംബം കാക്കപ്പെടും, സംരക്ഷിക്കപ്പെടും, നന്മയുണ്ടാകാനിടയാകും. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ പറയട്ടെ, നിന്റെ ഭവനത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുക. നിന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഒന്നും തന്നെ നിന്റെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായ ചിത്രങ്ങളാകട്ടെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായ ഒരു സീരിയലാകട്ടെ, സിനിമയാകട്ടെ, ദൈവത്തിൻ്റെ ഹിതമില്ലാത്തതായ മാഗസിനുകളാകട്ടെ, എഴുത്തുകളാകട്ടെ, പുസ്തകങ്ങളാകട്ടെ, CD-കളാകട്ടെ. ഇപ്പോൾ CD-യുടെ കാലമൊക്കെ പോയിരിക്കുന്നു. എല്ലാം സെൽഫോണിൻ്റെ കാലമാണ്. സെൽഫോണിൽ പാപം നിറഞ്ഞ ദൃശ്യങ്ങളാകട്ടെ നിന്റെ വീട്ടിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. നിന്റെ ഭവനം എന്നത് ദൈവത്തിൻ്റെ വാസസ്ഥലമായിരിക്കണം. അവിടെ ഞാൻ നിങ്ങളോടൊപ്പം വസിക്കും എന്ന് ദൈവം പറഞ്ഞു. ആ പെട്ടകത്തെ ഇസ്രായേൽ ജനത്തിന് നഷ്ടമായി. എങ്ങനെയാണ് നഷ്ടമായത്? മോശയുടെ മരണശേഷം യോശുവ നേതാവായിട്ട് ജനത്തെ നടത്തുവാനിടയായതിനു ശേഷം ന്യായാധിപന്മാരുടെ ഭരണമുണ്ടാകാനിടയായി. ന്യായാധിപന്മാരുടെ ഭരണ കാലഘട്ടത്തിൽ ഏലി എന്ന് വിളിക്കുന്നതായ ഒരു പുരോഹിതൻ ഒരു വശത്ത് ന്യായാധിപനായും പുരോഹിതനായും തൻ്റെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധമുണ്ടായി. ഇസ്രായേലിൻ്റെ നേരെ യുദ്ധമുണ്ടാവുകയും ഇസ്രായേല്യർ യുദ്ധത്തിന് കടന്നുപോയ സമയത്ത് ഫെലിസ്ത്യർ പെട്ടെന്ന് ജനത്തിൻ്റെ നേരെ കടന്നു വരികയും ചെയ്തപ്പോൾ ഇസ്രായേല്യർ എന്തു ചെയ്തെന്നറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതായ ദൈവത്തിൻ്റെ പെട്ടകത്തെ യുദ്ധത്തിന് കൊണ്ടുപോകാനിടയായി. ദൈവചിത് ശ്രദ്ധിക്കണം, ആ കാലത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്നതായ ജനങ്ങൾ പാപം നിറഞ്ഞ ജീവിതത്തിൽ ജീവിക്കുന്നവരായിരുന്നു. അവിടെ കാണുവാൻ കഴിയും ഏലി പുരോഹിതൻ്റെ മക്കളെക്കുറിച്ച്. അവർ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്, എങ്കിലും അവർ വ്യഭിചാരത്തിൽ ജീവിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യാൻ വന്നിരിക്കുന്ന സ്ത്രീകളെ കപടവാക്കുകൾ പറഞ്ഞ് വശീകരിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നതായ ഇവർ ശുശ്രൂഷ ചെയ്യാൻ വന്നതായ സഹോദരിമാരോടൊപ്പം വ്യഭിചാരം ചെയ്യുന്ന ദുസ്ഥിതി അന്നുണ്ടാകുവാനിടയായി. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ജനത്തിൻ്റെ മാർഗദർശികളായിരിക്കുന്നതായ ശുശ്രൂഷകന്മാർ വ്യഭിചാരത്തിൽ ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ ആ കാലത്ത് ഉണ്ടായിരുന്ന ജനത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയാമല്ലോ. അങ്ങനെ എവിടെയും ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ കാലഘട്ടത്തിൽ ഈ ദേശത്തിന് നേരെ യുദ്ധം ചെയ്യുവാൻ ഫെലിസ്ത്യർ കടന്നു വന്നപ്പോൾ ഇവർ എന്തു വിചാരിച്ചു എന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല എങ്കിലും ദൈവത്തിൻ്റെ പെട്ടകം യുദ്ധത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, അവൻ്റെ സന്നിധി കൊണ്ടുപോവുകയാണ് എങ്കിൽ അവൻ തന്നെ നമ്മെ കാത്തുരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകത്തെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി. നമ്മിൽ ചില ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകൾ. നീ മദ്യപാനിയായിരിക്കും, ദുർനടപ്പുകാരനായിട്ട് ജീവിക്കുന്നവനായിരിക്കും, എന്നാൽ ഉറങ്ങുമ്പോൾ തലയുടെ കീഴിൽ എന്താണ് വയ്ക്കുന്നത്? ബൈബിൾ. അങ്ങനെയുള്ള ആളുകളുണ്ടോ? തലയിണയുടെ കീഴിൽ ബൈബിൾ വയ്ക്കുന്ന ആളുകൾ. മദ്യപാനിയാണ്, ദുർനടപ്പുകാരനാണ്, യേശുവിൻ്റെ ഒരു ചിത്രം അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ കൈകൂപ്പി പ്രാർത്ഥിക്കും. മദ്യപാനിയാണ്, വെറിക്കൂത്തുകാരനാണ്, എന്നാൽ പ്രാർത്ഥിച്ചിട്ടേ പോവുകയുള്ളൂ. അങ്ങനെയുള്ള പാപികളുണ്ടോ? നേരെ നരകത്തിലേക്ക് പോകൂ. സഹോദരീ സഹോദരന്മാരെ, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിനിടമില്ല എങ്കിൽ നിന്റെ ഭവനത്തിലും ദൈവത്തിന് ഇടം കാണുകയില്ല. നിന്റെ ഹൃദയത്തിൽ ദൈവത്തിനിടമില്ല എങ്കിൽ നീ ചെയ്യുന്നതായ പ്രവൃത്തികളാകട്ടെ, ജോലികളാകട്ടെ, അതൊരിക്കലും അനുഗ്രഹപ്രദമായി മാറുകയില്ല. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ശ്രേഷ്ഠമായ നിന്റെ സന്നിധിയിൽ, ശ്രേഷ്ഠമായ നിന്റെ വചനത്തിൽ കൂടി ഞങ്ങളോട് നീ സംസാരിച്ചതോർത്ത് നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടണമെങ്കിൽ അവൻ്റെ കയ്യിൽ അധികമായി പണമുണ്ടാകണം. നീതിമാനാണോ അതോ നീതി കെട്ടവനാണോ എന്നറിയാൻ കഴിയും. ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ആത്മീയനായി വീണ്ടും തെളിയിക്കപ്പെട്ടു. ആത്മീയനായിട്ട് തന്നെ അവൻ ജീവിക്കുവാനിടയായി. കർത്താവേ, നിന്നെ തന്നെ ആഗ്രഹിച്ചു, നിന്റെ ഹിതമാണ് അവൻ ആഗ്രഹിച്ചത്. ഞങ്ങളും അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ഞങ്ങൾ ഉയർച്ച പ്രാപിക്കുമ്പോൾ, നന്മകൾ നേടിയെടുക്കുമ്പോൾ ഞങ്ങളും ആഗ്രഹിക്കേണ്ടത് ലോകത്തെയോ ലോകത്തിൻ്റെ പാപത്തെയോ അല്ല, നിന്നെ മാത്രമാണ്. നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. കർത്താവേ, ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ജനം പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം നീ തന്നെയാണല്ലോ.
എല്ലാ വ്യക്തികളെയും നീ ദർശിക്കണമേ. എല്ലാവരുടെയും ജീവിതത്തിൽ അവർ കാത്തിരിക്കുന്ന അത്ഭുതങ്ങൾ നീ ചെയ്തു കൊടുക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kokatpalli, Hyderabad 72.